ഗൈസ്, ഇന്ന് നമ്മൾ ചെറിയൊരു ഓഫ് റോഡിങ് ആണ്. ചെറുതല്ല, അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെ ആയിരിക്കും. നല്ല വെയിലാണ്. ഈ ഒരു സമയത്ത് കയറിക്കഴിഞ്ഞാൽ ആ ഒരു പീക്ക് ടൈം എത്തുന്നതിന് മുമ്പ് നമുക്ക് മേലെ എത്താം. അപ്പോൾ 8 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ പെട്രോൾ പമ്പ് തപ്പിയിട്ട് കുറച്ച് സമയം പോയി. നമ്മൾ സ്ഥിരം അടിക്കുന്ന പമ്പൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അവർ പറയുന്നത് പെട്രോൾ ഷോർട്ടേജ് ആണ്, ഇനിയിപ്പോൾ വരുന്നുണ്ടെങ്കിൽ തന്നെ അവർ 10 രൂപ കൂട്ടിയിട്ട് അവർക്ക് വിൽക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഉള്ളതാണോ എന്നറിയില്ല. എനിവേ, നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഇവിടെ മുതലാണ് നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുന്നത്. റോഡ് വീഡിയോയിൽ കാണുമ്പോൾ ഫ്ലാറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്റ്റീപ്പാണ്. തുടക്കം തന്നെ നൈസായിട്ട് വണ്ടി ഒന്ന് പാളി, പക്ഷേ കയ്യിൽ നിന്ന് പോകാതെ പിടിച്ച് നിർത്താൻ പറ്റി. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് കടക്കുകയാണ്. നമ്മൾ കാണുന്നത് RX100 ആണ്. അപ്പോൾ 2 സ്ട്രോക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, പുള്ളി കയറി വരാൻ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. 2 സ്ട്രോക്കിന് ടോർക്ക് കൂടുതലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയിട്ടില്ല, കണ്ടപ്പോൾ എനിക്ക് കുറവുള്ളതുപോലെയാണ് തോന്നിയത്. അപ്പോൾ 2 സ്ട്രോക്ക് ഓടിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. തള്ളണ്ടേ? ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് മൊമെൻറ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിതുപോലെ വരിവരിയായി പോകുന്ന സമയത്ത് മുന്നിൽ പോകുന്ന വണ്ടി എപ്പോഴും കയറി പോകണം. മുന്നിൽ പോകുന്ന വണ്ടി സ്റ്റക്കായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വണ്ടികളും സ്റ്റക്കാവുന്ന 100% ഉറപ്പാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളിൽ. ഇത് നമ്മുടെ ഉനൈസിൻ്റെ എക്സ്പൾസ് 210 ആണ്. വണ്ടി കയറിപ്പോകാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. വണ്ടിയുടെ പ്രശ്നമല്ല, പൊടിയും കല്ലൊക്കെ ചേർന്ന് നല്ല ഇളകി കിടക്കുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ റിയർ വീല് സ്പിന്നായി കളിക്കുകയാണ്. നമ്മൾ ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് വിടാനും പറ്റില്ല, കാരണം ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ വണ്ടി അപ്പം തന്നെ ഓഫായി പോകുന്നുണ്ട്. അതൊരു കംപ്ലൈൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ പഴയ എക്സ്പൾസ് 200 അത്ര സ്ട്രഗിൾ ചെയ്യാതെ തന്നെ കയറി പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ആംഗിളിലാണ് റോഡ് ഇത്രത്തോളം സ്റ്റീപ്പാണെന്ന് മനസ്സിലാവുന്നത്. ബാക്കി എല്ലാ ആംഗിളിലും റോഡ് ഫ്ലാറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് വീഡിയോയിൽ തോന്നുന്നത് മാത്രമാണ്, ശരിക്കും നടന്നു കയറാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുള്ള റോഡാണ്. കയറാത്ത വണ്ടികൾ തള്ളി മേലേക്ക് കയറ്റുക എന്നുള്ളത് നല്ല ടാസ്ക്കുള്ള പരിപാടിയാണ്. നല്ല എനർജി വേണം. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി കയറ്റുമ്പോഴേക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടാവുമെന്ന് കണ്ടറിയണം. RX റൈഡറിൻ്റെ അവസ്ഥ കുറച്ച് ദയനീയമാണ്. കാരണം വണ്ടി ഫ്രീക്വൻ്റ് ആയിട്ട് ഓഫാകുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഇല്ലാത്തതുകൊണ്ട് ഓരോ തവണയും ചവിട്ടി വേണം സ്റ്റാർട്ടാക്കാൻ. ഇവരൊക്കെ സ്റ്റക്കായി കയറിപ്പോയത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു നെഞ്ചിരിപ്പുണ്ട്. പക്ഷേ ഞാനത് പുറത്ത് കാണിച്ചില്ല. കാണിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതെന്തായാലും ഇന്ന് കീഴടക്കിയേ പറ്റൂ. മൊമെൻറ്റം തീരെ ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിൽ എഴുന്നേറ്റ് നിൽക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സസ്പെൻഷൻ നമുക്ക് തീരെ സപ്പോർട്ടീവ് അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വീസ്ട്രോമിൻ്റെ സസ്പെൻഷനെ കുറിച്ച് അറിയായിരിക്കും. ഓരോ പോത്തുകൾ ചാടുന്ന സമയത്തും വണ്ടി തിരിച്ച് ബൗൺസ് ചെയ്യാണ്, നമ്മളെ എടുത്തിട്ട് അടിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് മേലേക്ക് കയറുക എന്നുള്ളത് നല്ല ടാസ്ക്കായിട്ടുള്ളൊരു പരിപാടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടയേഴ്സും റോഡ് ടയേഴ്സാണ്. ഫ്രണ്ട് ടയർ പക്കാ റോഡ് ടയറാണ്. കാരണം നമ്മൾ ടയർ വാങ്ങാൻ പോയ സമയത്ത് അവിടെ വേറെ ടയർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കിട്ടിയൊരു ടയർ ഇടേണ്ടി വന്നു. പക്ഷേ കോർണറിങ്ങൊക്കെ നല്ല കംഫർട്ടാണ്, നല്ല കോൺഫിഡൻസ് ആണ്. പക്ഷേ റിയർ ടയർ നമ്മൾ നോക്കി സെലക്ട് ചെയ്തതാണ്. അതൊരു 70% റോഡും 30% ഓഫ് റോഡും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടയറാണ്. അതുകൊണ്ട് ഇത്തവണ ബാക്ക് ടയറിൻ്റെ ഭാഗത്തുനിന്ന് ഫീഡ്ബാക്കിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കയറിപ്പോയത് എക്സ്പ്രസ് റാലിയാണ്. എനിക്ക് കയറാൻ വേണ്ടി ഒരു തെണ്ടിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു പുച്ഛത്തോടെയാണ് വണ്ടി കയറിപ്പോയത്. അയ്യോ ഗൈസ്, നമ്മുടെ അപ്പോളോ
ഇപ്പോൾ വണ്ടി ക്രാങ്ക് ആവാൻ കുറച്ച് സമയം എടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ വണ്ടിയുടെ ത്രോട്ടിൽ റെസ്പോൺസും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. വേറെ ഏതെങ്കിലും വീസ്ട്രോം ഓണേഴ്സ് ഈ ഒരു സംഭവം നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈവൻ വീസ്ട്രോമും കൊണ്ട് ഓഫ് റോഡ് പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് ഇടുക നിങ്ങളിത് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, തിരിച്ച് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആകും. ഒന്ന് ഹാർഡായിട്ട് കയറി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് കുറവ് എനിക്ക് പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഞാനിതെങ്ങോട്ടാണ് കയറിപ്പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എവിടെയും നിർത്താത്തതിന് കാരണം നമ്മുടെ മൊമെൻറ്റം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ നന്നായിട്ട് റേസ് ചെയ്യേണ്ടി വരും. ക്ലച്ച് കത്തിക്കണം, ടയർ കത്തിക്കണം, വെറുതെ റിസ്ക് എടുക്കണ്ട. അതുപോലെ തന്നെ വണ്ടി മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ എക്സ്പൾസ് പോലെയല്ല, ഫുൾ പ്ലാസ്റ്റിക് പാർട്സ് ആണ്. പ്ലാസ്റ്റിക് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണൂർ വരെ ഓടേണ്ടി വരും. നല്ല തണുപ്പുള്ളൊരു ഭാഗമാണ്. ഇവിടെ നിൽക്കാം. ഒരു താഴെയുണ്ട്. നമ്മൾ നിർത്താതെ കയറി വന്നത് ആ മൊമെൻറ്റം കിട്ടാനാണ്. ഇല്ലെങ്കിൽ വണ്ടി സ്റ്റക്കാവും. സ്റ്റക്കായ പിന്നെ ക്ലച്ച് കത്തിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കലാപരിപാടി എക്സ്പൾസിൻ്റെ ചെയിൻ ഡീൽ ചടങ്ങാണ്. ഫ്രണ്ട് സ്പ്രോക്കറ്റിൽ നിന്നാണ് ചെയിൻ ഊരിയത്. അപ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ കവർ അഴിക്കാനുള്ള സ്പാനർ ആരുടെയും കയ്യിലില്ലായിരുന്നു. പിന്നെ പഠിക്കാം. എന്തോ സംഭവിച്ചു, എന്റെ മാന്ത്രിക കൈ തട്ടിയോണ്ട് പോകണോ? എക്സ്പൾസിന് ചെറിയൊരു പണി കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ട RX-ന്റെ ചെയിന് പൊട്ടിപ്പോയി. മൊത്തത്തിൽ പണിയാണ്. എക്സ്പൾസിൻ്റെ ചെയിൻ ഊരിപ്പോയതാണ്. അത് നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ടായിരുന്നില്ല. എക്സ്പൾസ് ട്യൂട്ടൺ നമ്മൾ വിചാരിച്ച പോലെ അല്ല. ശരിക്കും 4V തന്നെയാണ് പ്രോപ്പർ ഓഫ് റോഡർ. 200 തന്നെയാണ് പ്രോപ്പർ ഓഫ് റോഡർ. ട്യൂട്ടൺ ഇനീഷ്യൽ ടോർക്ക് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വണ്ടികൾ ഏതും ട്യൂട്ടൺ കൂടെയുള്ള ഏതും കയറി പോകുന്നില്ല. പെട്ടെന്ന് ഓഫാവുകയാണ്. ഇറക്കാനാ? ഇവനിങ്ങനെ കുറേ ഇൻട്രസീവ് തോട്ട്സ് ഉണ്ട്. അതിലൂടെ താഴോട്ട് ഇറക്കാനാണ് പറയുന്നത്. കയറിക്കോ. യെസ്, 200 സിമ്പിളായി പോകുന്നുണ്ട്. പക്ഷേ ട്യൂട്ടൺ നിങ്ങൾ നോക്കിക്കോ. പിന്നെ നമ്മളെ വീസ്ട്രോമും ഏകദേശം അതുപോലെയാണ്. പക്ഷേ വീസ്ട്രോമിന് സ്ലൈറ്റ്ലി കുറച്ചും കൂടെ ടോർക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ട്യൂട്ടനാണ്. അത് ഓഫായി പോകുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ പ്രശ്നം ഹെവിയാണ്. എനിക്ക് നമ്മുടെ കൈപ്പത്തിയാണ് വേദനിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് പാർട്ട് കയ്യിൽ നിൽക്കുന്നില്ല വണ്ടി. ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഓഫാകാണ്ട് കയറുമോ നോക്കാം. ചാൻസ് കുറവാണ്. ഓക്കെ, അവരങ്ങ് മേലെത്തി.
അവരുണ്ട്, വരുന്നുണ്ട്. വാ. ഈ ഒരു ഭാഗം നല്ലൊരു റോഡ് പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയത്. പക്ഷേ അത് അധിക നേരം ഉണ്ടായിരുന്നില്ല. വണ്ടി കയ്യിൽ നിന്ന് തന്നെ ഭാഗ്യം. സസ്പെൻഷൻ സ്മൂത്തായിരിക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ എടുത്തെറിയാണ്. ഒരു വിധത്തിലും വണ്ടി ഗ്രൗണ്ടിൽ നിൽക്കുന്നില്ല. ടയേഴ്സ് ഗ്രൗണ്ടിൽ കോണ്ടാക്റ്റ് വരുന്ന സമയത്തൊക്കെ സസ്പെൻഷൻ റീബൗണ്ട് ആവും, അല്ലെങ്കിൽ ബോട്ടം ഔട്ട് ആവും. മോനെ ഞാനിപ്പോൾ ഈ ചെറിയ പൂക്കളുള്ള ചെടിയുടെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ പെട്ടുപോയിരിക്കുകയാണ്. നമ്മുടെ ബാക്ക് ടയറും വണ്ടിയുടെ പകുതി ഭാഗം അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഒരാളെ കൊണ്ട് വലിച്ചിട്ട് വണ്ടി കയറി വരുന്നില്ല. ഒരാളുടെയും കൂടി സഹായം ആവശ്യമുണ്ട്. നോക്കിയേ എടാ, അത് ഇതിൻ്റെ ആടാ കേബിളിൻ്റെ. ട്യൂട്ടൻ. ഓ, വീണ് 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 വീണ്. പൊക്കല്ലേ പൊക്കല്ലേ. ഞാൻ മെല്ലെ കൊണ്ട് വെച്ചിട്ടുണ്ട് വീട്ടില്ല. വണ്ടി നമ്മളെന്താ നിർത്തിടാൻ പാടില്ലല്ലോ. നല്ല കിട്ടാം. രണ്ട് ലിവർ പോയി. അങ്ങനെ യുവമാരുടെ എല്ലാം വീഴൽ കലാപരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഡെസ്റ്റിനേഷനല്ല, നമ്മുടെ ഈ യാത്രയാണ് ഈ ഒരു യാത്രയുടെ തന്നെ മെയിൻ പോയിന്റ്. കാണാൻ നല്ല ഭംഗിയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന സ്ലിപ്പറി ആയിട്ടുള്ളൊരു റോഡാണിത്. സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഉറപ്പായും തെന്നി വീഴും. നമ്മൾ നേരെ പോകുന്ന സമയത്ത് വരെ ബാക്ക് ടയർ വെറുതെ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലൊക്കേഷൻ വേറെ ലെവലാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് തന്നെ ഒരു പിടികിട്ടില്ല. കാരണം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലേ അടുത്ത വഴി തെളിഞ്ഞു വരുള്ളൂ. സൂപ്പർ. അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്ത ഓഫ് റോഡിലെ ഹെയർ പിൻ ബെൻഡ് വരെ കണ്ടുപിടിച്ചു. ഈ പുല്ലിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പാറക്കല്ല് കിട്ടുമോ, അതാണ് വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്നത്. നമ്മളിവിടെ ഒറ്റയ്ക്ക് പോകാൻ തന്നെ കഷ്ടപ്പെടുമ്പോൾ എക്സ്പൾസ് അവിടെ പില്യണ വെച്ചിട്ടാണ് ഓഫ് റോഡ് കയറുന്നത്. എക്സ്പൾസ് ഡബിൾ എടുത്തിട്ടാണ് പോകുന്നത്. ഇതൊക്കെ പഴയ എക്സ്പൾസ് 200 4 മാത്രമേ പറ്റുള്ളൂ കേട്ടോ.
4V മാത്രമല്ല മറ്റേ 2Tക്കും പറ്റും, പക്ഷേ 210 പറ്റുമെന്ന് തോന്നുന്നില്ല. നോ ഹേറ്റ് ടു 210, പക്ഷേ ആ ഒരു ഇനിഷ്യൽ ടോർക്കിൻ്റെ പ്രശ്നമാണ്. എൻ്റെ അന്ന് ഒറ്റയ്ക്ക് പോകാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ടൊന്നും, പുള്ളീനെ ശരിക്കും സമ്മതിക്കണം. ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളിവിടെ വന്നിട്ട് തന്നെ കുറച്ച് നാളായി. അപ്പോഴേക്ക് വഴി മുഴുവൻ പുല്ലൊക്കെ വളർന്ന് ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ വഴി മനസ്സിലാവാത്തിടത്തോളം ഞാൻ കുറച്ച് സ്റ്റക്കായി പാറയിലൂടെയൊക്കെയാണ് കയറിപ്പോകുന്നത്. അപ്പോൾ നമ്മുടെ വീസ്ട്രോമിന് പോകാൻ പറ്റുന്ന ലിമിറ്റ് ഇവിടം വരെയാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി നമ്മൾ റിസ്ക് എടുത്ത് വണ്ടി കൊണ്ടുപോകുന്നില്ല. അപ്പുറത്തേക്ക് ഇനി എക്സ്പൾസിന് മാത്രം വിഹരിക്കാനുള്ള സ്ഥലമാണ്. കുത്തിയിട്ട് സ്ഥലം കിട്ടിയില്ലടാ. അവർ കുറച്ചാൾക്കാർ അവിടെ നിൽക്കുക. എക്സ്പൾസിൻ്റെ ചെയിൻ ലൂസായതുകൊണ്ട് നമ്മളിവിടുന്ന് തിരിക്കുകയാണ്. മേലേക്ക് റബ്ബർത്തോട്ടമാണ്. അവിടെ പോയിട്ട് ചെയിൻ ഓരോ ലോക്കാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പിന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓഫ് റോഡ് വീഡിയോ ഇവിടെ കഴിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.